പൂർത്തിയായിട്ടുണ്ട്. ഇൻക്വസ്റ്റ് നടപടികൾ അതല്ലേ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ പറയും. അതായത് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായതിനു ശേഷം ഈ ഫോറൻസിക് സംഘമൊക്കെ തന്നെ ഇപ്പോൾ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി മൃതദേഹം ഇവിടെ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്ന പോലീസ് സർജന്റെ പ്രതികരണം ലഭ്യമാണ്. അതായത് പോലീസ് സർജനാണ് ഇപ്പോൾ ഇവിടെ നിന്നും മടങ്ങുന്നത്. അദ്ദേഹം കൂടുതൽ പ്രതികരണത്തിന് തയ്യാറാകുന്നില്ല. മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥരുണ്ട്, അവർ സംസാരിക്കട്ടെ എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ പോലീസ് സർജൻ ഇവിടെ നിന്നും മടങ്ങുകയാണ്. അവർ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം തിരിച്ചെടുത്ത് അവർ മടങ്ങുകയാണ്. ഇനിയിപ്പോൾ ഈ മൃതദേഹം ഇവിടെ പോസ്റ്റ്മോർട്ടം നടത്തുമോ അതോ ഇവിടെ നിന്നും മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി അവിടെ ആയിരിക്കുമോ പോസ്റ്റ്മോർട്ടം നടപടികൾ എന്നുള്ളതാണ് ഇനിയൊരു വ്യക്തത വരേണ്ടത്. നിലവിൽ നമുക്ക് ഏതായാലും ഗോപന്റെ മൃതദേഹം കല്ലറയ്ക്കുള്ളിൽ നിന്നും പൂർണ്ണമായും പുറത്തെടുത്തു. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ഇനി മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോകുമെന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരങ്ങൾ. പോലീസ് സർജൻ അടക്കമുള്ളവർ സ്ഥലത്ത് നിന്ന് തിരികെ പോകുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഉദ്യോഗസ്ഥരാരും പ്രതികരിച്ചിട്ടില്ല. അന്വേഷണ ഉദ്യോഗസ്ഥർ, മുതിർന്ന ഉദ്യോഗസ്ഥർ വിവരങ്ങൾ പറയട്ടെ എന്ന നിലപാടിലാണ് അവരുള്ളത്. അതിനായി കൊണ്ടുവന്ന ഉപകരണങ്ങളടക്കം തിരികെ കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ തത്സമയം നമുക്ക് കാണാൻ കഴിയുന്നതാണ്. നെയ്യാറ്റിൻകരയിലെ ഈ സംഭവത്തിൽ വലിയ ദുരൂഹതയാണ് തുടക്കം മുതൽ ഉണ്ടായിരുന്നത്. തൊട്ടയൽവാസിയാണ് മരണപ്പെട്ടത്. വർഷങ്ങളായി അറിയുന്ന മനുഷ്യനാണ്. എങ്ങനെയാണ് മരണം സംഭവിച്ചത് എന്നറിയാൻ സ്വാഭാവികമായും പ്രദേശവാസികൾക്ക് ഒരു അവകാശമുണ്ട്. അവർ ആ അവകാശം ഉപയോഗിച്ചാണ് തുടക്കം മുതൽ ചോദ്യം ചെയ്തുകൊണ്ടിരുന്നത്. എങ്ങനെയാണ് മരണം സംഭവിച്ചത്, തൊട്ടടുത്ത് സംഭവിച്ച മരണം ഇത്ര ലാഘവത്തിൽ ആരെയും അറിയിക്കാതിരിക്കാൻ എങ്ങനെയാണ് കുടുംബാംഗങ്ങൾക്ക് കഴിയുക തുടങ്ങിയ കാര്യങ്ങളായിരുന്നു ഉന്നയിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ അതേസമയം മതപരമായ മറ്റു കാരണങ്ങൾ പറഞ്ഞ ഒരു സംഘം എതിർപ്പുമായി രംഗത്ത് വരികയും ചെയ്തു. പക്ഷേ ഈ ഘട്ടത്തിൽ കോടതി ഇടപെട്ടതിനെ തുടർന്ന് മറ്റൊരു പ്രശ്നങ്ങളും ഇല്ലാതെ തുടക്കം മുതൽ കാര്യങ്ങൾ സുഗമമായി തന്നെ മുന്നോട്ട് പോയി. വളരെ ദൂരെ നിന്ന് തന്നെ പോലീസ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. പോലീസ് വാഹനങ്ങൾ കൊണ്ട് നിരത്തിയും മറ്റ് പ്രദേശവാസികളെ ഉള്ളിലേക്ക് കടത്തിവിടാതെയും ഒക്കെ പോലീസ് നിയന്ത്രണങ്ങൾ വളരെ കർശനമായി തന്നെ മുന്നോട്ട് പോയി. കുടുംബാംഗങ്ങളുടെ ഭാഗത്തു നിന്നോ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതിഷേധം ഉന്നയിച്ചവരുടെ ഭാഗത്തു നിന്നോ ഇന്ന് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല എന്നത് വളരെ ആശ്വാസകരമാണ്. ഇപ്പോഴത്തെ മൃതദേഹം അവിടെ നിന്ന് കൊണ്ടുപോയിരിക്കുന്നു. വിശദാംശങ്ങളുമായി അമൽ തേനംപറമ്പിൽ ചേരുന്നു. അമൽ, മൃതദേഹം ആംബുലൻസിൽ കയറ്റി കൊണ്ടുപോയോ അവിടെ നിന്നും? മൃതദേഹം അല്പസമയത്തിനകം തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റും. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. പോലീസ് സർജന്മാരും ഇവിടെ നിന്ന് മടങ്ങിയിരിക്കുന്നു. ഇനിയിപ്പോൾ അധികം വൈകാതെ തന്നെ മൃതദേഹം ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്ട്രെച്ചറിലേക്ക് മൃതദേഹം മാറ്റിയിട്ടുണ്ട്. അവിടെ നിന്നും ഇപ്പോൾ അധികം വൈകാതെ തന്നെ ആംബുലൻസിലേക്ക് മൃതദേഹം കൊണ്ടുപോകും. അവിടെ നിന്നും നമ്മൾ ഈ നിൽക്കുന്ന വഴിയിലൂടെ, ഈ ക്യാമറ ദൃശ്യത്തിൽ കാണുന്ന ആ വഴിയിലൂടെയാകും ആ മൃതദേഹം ഇവിടെ നിന്നും മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുക. രാവിലെ 7:15 തുടങ്ങിയ നടപടിക്രമങ്ങളാണ് ഇപ്പോൾ പൂർത്തീകരിക്കുന്നത്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായിരിക്കുന്നു. എന്താണ് സംഭവിച്ചത് എന്നറിയാൻ ഇനി അധികം കാത്തിരിക്കേണ്ടി വരും എന്ന് തോന്നുന്നില്ല. ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ സംസാരിക്കാം, ഇത് കഴിഞ്ഞ് മുതിർന്ന ഉദ്യോഗസ്ഥർ സംസാരിക്കാം എന്നുള്ളതാണ് നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ എന്തായാലും വന്നുപോയ ഫോറൻസിക് ഉദ്യോഗസ്ഥരായാലും പോലീസ് സർജനായാലും അവർ കാര്യമായി പ്രതികരിക്കുന്നില്ല. ജിമിൻ, എത്ര സമയത്തിനുള്ളിൽ ഇവിടെ നിന്ന് മാറ്റുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു? അമൽ, ഇവിടെ ഇനി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായിരിക്കുകയാണ്. ഇനി സ്വാഭാവികമായിട്ടുള്ള ഈ മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാലതാമസം മാത്രമാണുള്ളത്. കാരണം കുടുംബത്തിന്റെ അനുമതി ചോദിക്കേണ്ടതുണ്ട്. ആദ്യ ദിവസം ഈ കുടുംബം പറഞ്ഞ ഒരു കാര്യമുണ്ട്. കാരണം അവർ ഈ കുടുംബം അച്ഛൻ സമാധി ഇരുന്നതാണ്. അപ്പോൾ ഈ മൃതദേഹം ഇവിടെ നിന്ന് പുറത്തെടുത്തു കഴിഞ്ഞാൽ തങ്ങളുടെ പൂജകളൊക്കെ തന്നെ അതിൻ്റെ ഒരു പൂർണ്ണമായിട്ടുള്ള ഫലം ലഭിക്കുകയില്ല. അതുകൊണ്ട് ഇത്തരത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായി കഴിഞ്ഞാൽ തങ്ങൾ മൃതദേഹം ഏറ്റെടുക്കില്ല എന്നൊരു നിലപാട് ആദ്യഘട്ടം മുതൽ തന്നെ കുടുംബം പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഈ മൃതദേഹം ഇവിടെ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്ന സമയത്തൊക്കെ തന്നെ അവരുമായി സംസാരിക്കേണ്ടതുണ്ട്. കുടുംബത്തിൻ്റെ പ്രതികരണങ്ങളൊക്കെ തന്നെ പോലീസിന് തേടേണ്ടതുണ്ട്. അവരുടെ അനുവാദം, പ്രത്യേകിച്ച് ഇവിടെ നിന്നുള്ള സാക്ഷികളുണ്ട്. ഈ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തിയ സമയത്ത് ഇവിടെ സാക്ഷികളായിട്ടുള്ള കുറച്ച് നാട്ടുകാരുണ്ടായിരുന്നു. എത്രയും പെട്ടെന്ന് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റേണ്ടതുണ്ട്. ഒപ്പം ജിബിൻ ജെബിയും അമലും പങ്കുവച്ചതുപോലെ കുടുംബാംഗങ്ങളുടെ സമ്മതം അല്ലെങ്കിൽ അവരോട് ഈ വിവരങ്ങൾ ധരിപ്പിക്കേണ്ടതുണ്ട്. ആ ഘട്ടത്തിലേക്കാണ് ഇനി കടക്കുന്നത്.